ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള 5 ചാപ്റ്റേഴ്സ്, സോഷ്യൽ സയൻസിൽ നിന്നുള്ള 5 ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള 5ാം ക്ലാസ്സിലെ സയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ള അവസാനത്തെ ചാപ്റ്ററാണ്, 6ാമത്തെ ചാപ്റ്ററാണ് ജനങ്ങൾ ജനങ്ങളാൽ. ജനങ്ങൾ ജനങ്ങളാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചൂടേറിയ വികസന ചർച്ച, നവ്യാനുഭവമായി വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ്. ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് ആ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് ശ്രദ്ധേയമായി. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവ് നായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉറപ്പ് നൽകി. അപ്പോൾ ഒരു പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് അധികൃതരുടെ മുന്നിൽ അവതരിപ്പിച്ച കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന പത്രവാർത്ത ശ്രദ്ധിച്ചുവല്ലോ. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്? അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. നടപ്പാതകൾ നിർമ്മിക്കുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവ് നായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രദേശത്തും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും ആരാണ്? അപ്പോൾ ഇവിടെ കുറച്ച് പത്രവാർത്തകൾ കട്ടിങ്സ് ഇവിടെ തന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഇടപെട്ടു, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പു നൽകി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും പഞ്ചായത്ത് പ്രസിഡന്റ്. സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണ പ്രഖ്യാപനം ഉടൻ. റോഡരികിലെ മാലിന്യ പ്രശ്നം CCTV ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നിരവധി പത്രത്തിൽ വന്ന പത്രവാർത്തകളാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തം ലഭിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാപനം വഴിയാണെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നത്. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ്
ജനാധിപത്യം. അപ്പോൾ എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നതേത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തതേത് എന്നൊക്കെ ചോദിക്കാം. അപ്പം നമുക്ക് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഉൾപ്പെടാത്തത് ഏതെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾക്കൊള്ളുന്നവയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണിത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നാണ് എബ്രഹാം ലിങ്കൺ എന്തിനെക്കുറിച്ച് പറഞ്ഞത്? ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഇതാരുടെ വാക്കുകളാ? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു എന്താണ്? ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ, അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് കീഴിൽ എന്തായിരിക്കണം? ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ അവിടെ ഏറ്റവും താഴെയുള്ളവൻ അല്ലെങ്കിൽ ദുർബലനും ഏറ്റവും ശക്തനും ഒരേ എന്തായിരിക്കണം? അവസരമുണ്ടായിരിക്കണം എന്നതാണ് ആരുടെ വാക്കുകൾ? നമ്മുടെ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ. ഇനി ജനാധിപത്യത്തിൻ്റെ വേരുകൾ തേടി. അപ്പോൾ ജനാധിപത്യം നമ്മുടെ 7 കോണ്ടിനെൻ്റാണ്, 7 വൻകരകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വേരുകൾ തേടി ഇവിടെ യൂറോപ്പ്, അതുപോലെ എന്താണ് ഇവിടെ സൂചിക തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു സൂചിക. അതായത് സൂചിക എന്താണ്, ഉള്ളടക്കം എന്താണ് എന്നൊക്കെ, ദിശ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഒരു ഭൂപടത്തിന് ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സൂചിക, ഉള്ളടക്കം, അതുപോലെ പിന്നെ സൂചികയും ഉള്ളടക്കവും അതിൻ്റെ ദിശ മുതലായവ. ഇനി ഇവിടെ സൂചിക തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ സൂചികയിൽ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു വയലറ്റ് കളറിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഗ്രീസ്. ഈ വയലറ്റ് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഗ്രീസ്. ഇനി ഒരു ഇളം പച്ച കളറിൽ എന്താണ്? യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലൻഡുമാണ് അത് തന്നിരിക്കുന്നത്. ഇനി ഓറഞ്ച് കളറിൽ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? അത് ഓറഞ്ച് കളറിൽ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ യൂറോപ്പ്, അതായത് യൂറോപ്പിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന യൂറോപ്പിൻ്റെ ഭൂപടം ശ്രദ്ധിച്ചല്ലോ. യൂറോപ്പിൻ്റെ രൂപരേഖയിൽ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 രാജ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഇവിടെ എ എന്ന് തന്നിരിക്കുന്നത് ഗ്രീസാണ്. എ എന്ന് തന്നിരിക്കുന്നത് ഏതാണ്? ഗ്രീസ്. അതിൽ സൂചികയിൽ നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീസാണ്. ഇനി ബി എന്ന് പറയുന്നത് ഏതാണ്? ബി എന്ന് തന്നിരിക്കുന്നത്
നമ്മുടെ യുണൈറ്റഡ് കിങ്ഡവും വടക്കേ അയർലാൻഡുമാണ് ബി എന്ന് തന്നിരിക്കുന്നത്. യുണൈറ്റഡ് കിങ്ഡവും യു കെയും പിന്നെ ഏതാണ് വടക്കേ അയർലൻഡുമാണ് ഇവിടെ ബിയിൽ തന്നിരിക്കുന്നത്. ഈ രാജ്യങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ചില സവിശേഷതകളുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾക്ക് എ ബി എന്നീ രണ്ട് കോളങ്ങൾക്ക് എന്താണ് ജനാധിപത്യവും, അതായത് നമ്മുടെ ഗ്രീസിനും അതുപോലെ തന്നെ യു കെക്കും അതുപോലെ വടക്കേ അയർലൻഡിനും വടക്കേ അയർലൻഡിനും എന്തുണ്ട് നമ്മുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ചില സവിശേഷതകളുണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം അല്ലെങ്കിൽ ജനാധിപത്യം ഉദയം ചെയ്തത് എവിടെയാണ്? പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അപ്പം നമുക്കിങ്ങനെ തന്നെ പറയാം, എന്താണ് ജനാധിപത്യം ഉദയം ചെയ്തത് എവിടെയാണ്? അപ്പോൾ പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല, പക്ഷെ എന്താണ് ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. യു കെയുടെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന എന്തിൻ്റെ തുടക്കം? ജനാധിപത്യത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ നിന്നാണ്? യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ് പ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഏതൊക്കെയാണ്? ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടത് എന്തൊക്കെയാണ്? ജനപ്രതിനിധികളുടെ ഭരണം, അതുപോലെ പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ആധുനിക രീതിയിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ പറയും? യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിലാണ്. ജനപ്രതിനിധികളുടെ ഭരണം അതുപോലെ പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടതും എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഗ്രീസ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട്. ഇനി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആര് പറയണം? അത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. അപ്പം നമ്മുടെ പുരാതന ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് എന്ത് ചെയ്തത്? നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ എന്താണ്? ജനങ്ങൾ എന്നാണ്. ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നും ആണ് ഗ്രീക്കിൽ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഡെമോസ്, ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്ന വാക്ക് രൂപം കൊണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. അതുപോലെ ക്രാറ്റോസ് എന്നാൽ എന്താണ്? അധികാരം എന്നാണ് അർത്ഥം. ഈ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ്, അതായത് ഡെമോസ് അതുപോലെ ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി, ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്നർത്ഥം വരുന്ന ഈ വാക്ക്, ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇനി എന്താണ് ഗ്രാമസഭകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ.
അപ്പോൾ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ നമ്മൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകളെന്ന് പറയുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. അപ്പോൾ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നമുക്കറിയാം 18 വയസ്സ് പൂർത്തിയാകണം, അല്ലെങ്കിൽ നിലവിൽ 17 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നഗരങ്ങളിൽ ഈ ഗ്രാമസഭയെ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭകൾ. വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഗ്രാമസഭ കൂടുന്ന ചിത്രമാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ നിലവിലെ നാട്ടിലെ ഒരു ഗ്രാമസഭയുടെ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? ഗ്രാമസഭ കൂടുന്ന ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ എന്താണ്? ഞങ്ങളുടെ കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണം. അപ്പോൾ ഓരോ പ്രദേശത്തെയും വോട്ടർ ലിസ്റ്റിൽ പേരുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. അപ്പോൾ അവർ പറയുവാണ്, ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണം, കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം, പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും അനുവദിക്കണം. അപ്പോൾ ഇങ്ങനെ നാട്ടുകാർ അവരവരുടെ ഓരോരോ പ്രശ്നങ്ങൾ എവിടെ അവതരിപ്പിക്കുന്നു? ഗ്രാമസഭയിൽ അവതരിപ്പിക്കുന്നു. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഗ്രാമസഭയിൽ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കാനുമുള്ള പ്രക്രിയയിൽ പങ്കാളിയാകാനും അവസരം ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പങ്കാളിത്ത ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യവും. എന്താണ് പങ്കാളിത്ത ജനാധിപത്യം? എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം. അപ്പം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നു. ഇവിടെ നമ്മൾ ഗ്രാമസഭ പറഞ്ഞപ്പോൾ പറഞ്ഞു ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, അതുപോലെ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാം. അങ്ങനെയുള്ള ഇത് കിട്ടുന്നത് എവിടെയാണ്? ഗ്രാമസഭകളിലാണ്. അപ്പോൾ ഇവിടെ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. പങ്കാളിത്ത ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പങ്കാളിത്ത ജനാധിപത്യം എവിടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ? ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിൽ. ജനസംഖ്യ അവിടെ കുറവായിരിക്കണം, അവിടെ ഭൂവിസ്തൃതി കുറവായിരിക്കണം. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ എന്ത് സാധ്യമാവുകയുള്ളൂ? പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുകയുള്ളൂ. ഇനി നിയമസഭയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ജനപ്രതിനിധി പറയുകയാണ് എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എന്താവശ്യമുണ്ട്? തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. ഇവിടെ ജനങ്ങളല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നത്. അപ്പോൾ നിയമസഭയിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ? ഇല്ല, അല്ലേ? നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണ്? നമ്മൾ തിരഞ്ഞെടുത്ത MLA ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ്? നിങ്ങളുടെ നിയമസഭാ പ്രതിനിധി ആരാണ് എന്നത് കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ്.
ഇനി നമ്മൾ അടുത്ത് പറയുന്നത് കേരള നിയമസഭ. നമ്മുടെ കേരളത്തിലെ നിയമസഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള നിയമസഭ മന്ദിരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരള നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ട്. എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്? കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭ ഏത്? അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? കേരള നിയമസഭയാണ് കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. അപ്പോൾ നമ്മുടെ നിയമസഭയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇനി നമ്മുടെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായ വർഷം എന്നാണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാണ് 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിതമായത്. പിന്നീട് അതെന്തായി? 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ. അപ്പോൾ 1904 എന്ത് സ്ഥാപിതമായി? ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായി. അപ്പോൾ ആദ്യം കേരള നിയമനിർമ്മാണ സഭ എന്ത് ചെയ്തു? 1888 സ്ഥാപിതമായി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ. പിന്നീട് 1904 എന്ത് സ്ഥാപിതമായി? ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്നു. അത് കഴിഞ്ഞ് 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പോൾ നമ്മുടെ കേരള നിയമസഭയുടെ ഇന്നത്തെ നിയമസഭയുടെ മുൻഗാമികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായി. 1904 ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമാകുന്നു. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ നിലവിൽ വരുന്നു. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നെന്ന് ചോദിച്ചാൽ, അപ്പം നമ്മുടെ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 1957 ഏപ്രിൽ 27 എന്തെന്ന് പറയുന്നത്? നമ്മുടെ കേരള നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എന്ന് ഏപ്രിൽ 27 എന്ന് പറയുന്നത് എന്താണ്? നിയമസഭാ ദിനമാണ്. അപ്പോൾ എല്ലാ വർഷവും ഏപ്രിൽ 27 നമ്മൾ എന്തായി ആചരിക്കുന്നുണ്ട്? നിയമസഭാ ദിനമായി ആചരിക്കുന്നുണ്ട്. ഗ്രാമസഭകളിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഗ്രാമസഭകളിൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്നു. പക്ഷേ നിയമസഭയിൽ അങ്ങനെയല്ല. നമുക്ക് വേണ്ടി ആരാണ്? നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ MLA ഉണ്ട്. MLA ആണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. പരോക്ഷ ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ എന്ത് ജനാധിപത്യം എന്ന് പറഞ്ഞു? ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നതാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ എന്ത് ജനാധിപത്യം? പ്രാതിനിധ്യ ജനാധിപത്യം. പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ എന്താ പ്രത്യേകത? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു.
നിലനിൽക്കുന്ന ജനാധിപത്യ രീതിയാണ് നമ്മൾ ഈ പറഞ്ഞ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യയെപ്പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ എന്താണ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യത്തിനാണ് പ്രാധാന്യം ഉള്ളത്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷ ജനാധിപത്യം എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് സാധ്യമാകുന്നത്. ഇനി പരോക്ഷ ജനാധിപത്യമാണെങ്കിലോ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ സാധ്യമാകും. പക്ഷേ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് പരോക്ഷ ജനാധിപത്യമാണ്. അടുത്ത് പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകാൻ കഴിയും അല്ലേ? നമ്മൾ പഠിച്ചല്ലോ ഗ്രാമസഭ പോലുള്ളതിലൊക്കെ. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാം. ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാം. എവിടെയാണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിൽ. എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിൽ എങ്ങനെയാണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത MLAയോ അല്ലെങ്കിൽ MP യോ അവരെന്ത് ചെയ്യുന്നു? പരോക്ഷ ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പറയാം പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങൾക്കാണ് പ്രത്യക്ഷ ജനാധിപത്യം. വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങൾക്കാണ് നമ്മുടെ പ്രത്യക്ഷ ജനാധിപത്യം എന്ത് ചെയ്യുന്നത്? ബാധകമാകുന്നത് അല്ലെങ്കിൽ സാധ്യമാകുന്നത്. ഇനി പരോക്ഷ ജനാധിപത്യം എങ്ങനെയാണ്? വിസ്തൃതി കൂടിയ നമ്മുടെ ഇന്ത്യയെ പോലുള്ള ജനസംഖ്യ കൂടിയ അല്ലെങ്കിൽ വിസ്തൃതി കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നതാണ് പരോക്ഷ ജനാധിപത്യം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു പ്രത്യക്ഷ ജനാധിപത്യം ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു, അതുപോലെ വിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. അതുപോലെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ എങ്ങനെയാണ്? ജനങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പങ്കാളികളാകുന്നു. ഇനി പരോക്ഷ ജനാധിപത്യം നമ്മൾ പറഞ്ഞു ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു, അതുപോലെ വിസ്തൃതി കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് പരോക്ഷ ജനാധിപത്യമാണ്. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാൻ സാധിക്കില്ല. അതിന് പകരം എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അവരുടെ പ്രതിനിധികൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അതാണ് പരോക്ഷ ജനാധിപത്യം. കൂടുതൽ രാജ്യങ്ങൾ കണ്ടെത്താം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ തന്നെയാണ്, നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അപ്പോൾ സൗദി അറേബ്യയിൽ നിലനിൽക്കുന്ന ഭരണം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ രാജഭരണമാണ് നിലനിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. അപ്പോൾ ജനാധിപത്യ ഭരണമല്ല, ഇപ്പോൾ എന്താണ്? സൈനിക ഭരണമാണ് എവിടെ നിലനിൽക്കുന്നത്? നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ സൈനിക ഭരണമാണ് അല്ലെങ്കിൽ പട്ടാള ഭരണമെന്ന് നമ്മൾ പറയും. ഇനി സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യമാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണ് പങ്കാളിത്ത ജനാധിപത്യം. നമ്മൾ പറഞ്ഞു പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്നത് എങ്ങനെയുള്ള രാജ്യങ്ങളിലാണ്? ജനസംഖ്യ കുറഞ്ഞതും അതുപോലെ തന്നെ വിസ്തൃതി കുറഞ്ഞതുമായ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ജനാധിപത്യമാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. മുകളിൽ കൊടുത്തിട്ടുള്ള തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ഇവയിൽ നിന്ന് ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ. അപ്പോൾ നമുക്ക് പറയാം ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന പ്രധാന രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് നമുക്ക് പറയാം? നമ്മുടെ ഇന്ത്യ, അതുപോലെ ഇന്ത്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെ ഫ്രാൻസ്,
ഫ്രാൻസ്, ജപ്പാൻ, ജർമ്മനി, ഓസ്ട്രേലിയ, അതുപോലെ ന്യൂസിലാൻഡ്, കാനഡ, USA, സെനഗൽ, അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ഏത് ഭരണം നിലവിലുണ്ട്? നമ്മുടെ ജനാധിപത്യ ഭരണം നിലവിലുള്ള രാജ്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം. ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ് ജനാധിപത്യ സംവിധാനത്തിൽ പരമമായ അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? ജനങ്ങൾക്കാണ്. ഇനി നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് ജനാധിപത്യത്തിൻ്റെ മറ്റൊരു സവിശേഷത. അപ്പം നമുക്ക് പറയാം നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന രീതിക്കാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നിയമവാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ. അപ്പോൾ ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ ഏതിൻ്റെ സവിശേഷതയാണ്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് വാർത്തകൾ ഏതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ എന്താണ് നമ്മുടെ സിനിമയിലെ നിരവധി പ്രശ്നങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സിനിമാ ലോകം അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മീഡിയകൾ, വാർത്താമാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജനങ്ങളെയും ഭരണകൂടത്തെയും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിരവധി വാർത്തകൾ നമ്മുടെ മീഡിയകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് വാർത്താമാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ നീതിന്യായം ഇവിടെ എന്താണ്? മുഖം നോക്കാതെ എല്ലാവരും ഒരേപോലെ കേസെടുക്കേണ്ട രീതിയിൽ കേസെടുക്കുന്നു, പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നവരെ ഒഴിവാക്കുന്നു. അങ്ങനെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്നത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. ഇനി ഗവൺമെൻറ്റിൻ്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തുണ്ട്? ഒരു പ്രതിപക്ഷമുണ്ട്. എന്താ പ്രതിപക്ഷത്തിൻ്റെ ജോലി? നമ്മുടെ വിമർശനത്തിലൂടെ ഗവൺമെൻറ്റിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അതും ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ്. പ്രതിപക്ഷം, ശക്തമായ ഒരു പ്രതിപക്ഷം. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്താണ്? സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷതയിൽ പെടുന്നതാണ്. പിന്നെന്താണ് അടുത്ത് വരുന്നു? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സവിശേഷതയിൽ ജനങ്ങൾക്കാണ് പരമാധികാരം, അത് സവിശേഷതയാണ്. ഇനി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന നിയമവാഴ്ച, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ. പിന്നെന്തൊക്കെയാണ്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഗവൺമെൻറ്റിൻ്റെ വിമർശനങ്ങളെ ശക്തിപ്പെടുത്തുന്ന പ്രതിപക്ഷം, സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. ഇതൊക്കെയാണ് എന്തിൻ്റെ? ജനാധിപത്യത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി തിരഞ്ഞെടുപ്പിലൂടെ അടുത്ത് നമ്മൾ നോക്കുന്നത് തിരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്. ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ചിത്രം ഇവിടുത്തെ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ വോട്ടിംഗ് മെഷീനുണ്ട്. ചെയ്യുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നതിന് ഒരു സിമ്പൽ നൽകാറുണ്ട്. അതുപോലെ വോട്ട് ചെയ്യുന്ന രീതി ഒക്കെ അടങ്ങിയ 4 ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്? നിങ്ങളുടെ രക്ഷകർത്താക്കൾ പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താറുണ്ടല്ലോ. ഇതൊക്കെ
ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തത്? ഇത് കുട്ടികൾക്കായുള്ള ചോദ്യമാണ്. അപ്പം നമുക്കറിയാം 18 വയസ്സ് പ്രായപൂർത്തിയായവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. അപ്പോൾ 1989 വരെ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്ര വയസ്സാ? 21 വയസ്സായിരുന്നു 1989 വരെ. എന്നാൽ അതിനുശേഷം എന്തായി? ഇപ്പോൾ 18 വയസ്സാണ്. നമ്മുടെ വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് നമ്മൾ പഠിച്ചു. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് എന്ത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിലവിൽ എത്ര വയസ്സാണ് വോട്ട് ചെയ്യാനുള്ള പ്രായമെന്ന് ചോദിച്ചാൽ എത്രയാണ്? 18 വയസ്സാണ്. അത് നേരത്തെ 21 വയസ്സ് വരെ ആയിരുന്നു. അത് ഏത് വർഷം വരെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1989 വരെ 21 വയസ്സായിരുന്നു എന്ത്? വോട്ട് ചെയ്യാനുള്ള പ്രായമെന്ന് പറയുന്നത്. 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് മാത്രം ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ന്യൂ പാർലമെൻറ്റ് മാതൃകാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31 4 PM വരെ. അപ്പോൾ ഇത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പിന്നെന്താണ്? നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നൽകുന്ന നാമനിർദ്ദേശ പത്രികയെ സൂക്ഷ്മമായിട്ട് അവർ എന്ത് ചെയ്യുന്നു? പരിശോധിക്കും. അത് എന്താണ്? ഓഗസ്റ്റ് 3 12 PM. ഇതിന് ഓരോത്തിനും ഓരോ സമയം നൽകിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ നിലവിലെ എന്താണ് വോട്ടിങ്ങിൻ്റെ ആ സമയവുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് സമയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി. ഇനി എന്താണ്? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി അല്ലെങ്കിൽ അത് പിൻവലിക്കാവുന്ന ആ ഒരു ഇത് കഴിഞ്ഞ 3ാമത്തെ ഘട്ടമാണ് എന്ത്? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി. ഇനി അത് കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ളവർക്കൊക്കെ പിൻവലിക്കാം. പിന്നെ നിലവിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നു വോട്ടെടുപ്പ് തീയതി. വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. വോട്ടെടുപ്പ് കഴിഞ്ഞു. പിന്നെന്താണ്? വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അത് കഴിഞ്ഞ് സ്കൂൾ പാർലമെൻറ്റ് ആദ്യ യോഗം. ഇത് കുട്ടികൾക്കായിട്ടുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ ആദ്യ യോഗം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്കൂളിലായാലും നിലവിലെ തിരഞ്ഞെടുപ്പിലായാലും നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളും ഇതുപോലെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. അപ്പോൾ 1ാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യും? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. 2ാമത്തത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രഖ്യാപിക്കുന്നു. 3 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അടുത്തെന്താണ്? പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അത് കഴിഞ്ഞെന്താണ്? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക. പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. അപ്പോൾ ഇങ്ങനെ ഈ ഘട്ടങ്ങളിലൂടെയാണ് നിലവിൽ നമ്മുടെ കടന്നു പോകുന്നത്? നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക, തിരഞ്ഞെടുപ്പ് വിജ്ഞാനം പുറപ്പെടുവിക്കുക, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുക, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക, തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതാണ് നമ്മുടെ നിലവിലെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സിലൊരു മാതൃകാ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുക. ഇത് കുട്ടികൾക്കുള്ളവർക്കാണ്.
തിരഞ്ഞെടുപ്പുകൾ എന്തിന് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ മറ്റ് ചില ധർമ്മങ്ങളും തിരഞ്ഞെടുപ്പുകൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ മാത്രമല്ല, മറിച്ച് എന്തുകൂടിയാണ്? മറ്റ് ചില ധർമ്മങ്ങളും തിരഞ്ഞെടുപ്പിനെ നിർവഹിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ? ഒന്ന് എന്താണ്? ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൽ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? പ്രാതിനിധ്യം നൽകുന്നു. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ഇനി ഭരണകർത്താക്കളെ എന്ത് ചെയ്യുന്നു? വളർത്തിയെടുക്കുന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാ പ്രക്രിയ? തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്താണ്? വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, അതുപോലെ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ധർമ്മങ്ങളെക്കുറിച്ച് എഴുതിയ സ്ട്രിപ്പുകൾ തയ്യാറാക്കി അത് കുട്ടികൾക്കായിട്ടാണ്. ഇത് കുട്ടികൾക്കുള്ളവർക്കാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി, അതുപോലെ ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പിന്നെ പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. 3 അംഗങ്ങളുള്ള കമ്മീഷനിൽ, അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. അപ്പോൾ 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളുണ്ട്. അപ്പോൾ ഈ 3 അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ ഈ 3 അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ് ഇവരെ 3 പേരെയും നിയമിക്കുന്നത്. ഇനി ജനാധിപത്യം ഒരു ജീവിതക്രമം. ഈ ക്രിസ്മസ് അവധിക്ക് നമുക്കൊരു യാത്ര പോയാലോ? ഒരു കുടുംബത്തിലെ സംസാരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പോകാമല്ലോ, എവിടെ പോകാം? നമുക്ക് എറണാകുളത്തേക്ക് പോയാലോ? എനിക്ക് മൂന്നാറിൽ പോയാൽ മതി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? എനിക്ക് മൂന്നാറിൽ പോകാനാണ് ഇഷ്ടം, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാനും റെഡി. അതെ, അത് മതി, അവിടെ ധാരാളം കാണാനുണ്ട്, അതെ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു യാത്ര, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് അവർ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. അപ്പോൾ നമ്മൾ കുടുംബത്തിൽ ജനാധിപത്യം പ്രായോഗികമാകുന്നത് എങ്ങനെയാണ്? എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. അതുപോലെയാണ് ഒരു രാജ്യത്തെ കാര്യവും. ജനാധിപത്യം വിദ്യാലയത്തിൽ എങ്ങനെയാണ്? കുട്ടികളെ, ഇത്തവണത്തെ പഠനയാത്രയ്ക്ക് സമയമായിരിക്കുന്നു, നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ടീച്ചർ ചോദിക്കുന്നു. അപ്പോൾ കുട്ടികൾ ഓരോരോ അഭിപ്രായം പറയുന്നു. പൊതുവെ എല്ലാവരുടെയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ തീരുമാനമെടുക്കുന്നു. അതുപോലെയാണ് കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ പറഞ്ഞു, കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും തീരുമാനങ്ങളെ അംഗീകരിക്കുമ്പോൾ അതുപോലെയാണ് സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പുവരുന്നത് എങ്ങനെയാണ്? എല്ലാ കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ജനാധിപത്യം പൊതു ഇടങ്ങളിൽ, ഇനി നമ്മൾ ഈ കാണുന്ന പൊതു ഇടങ്ങളിൽ ജനാധിപത്യം എങ്ങനെ നടപ്പാക്കപ്പെടുന്നു?
താഴെ കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളിൽ എവിടെയൊക്കെയാണ് ജനാധിപത്യം പാലിക്കപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യം പാലിക്കപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഇവിടെ നമുക്കറിയാം പൊതു ഇടങ്ങളിൽ ഏതൊക്കെയാണ് ജനാധിപത്യം പാലിക്കപ്പെടുന്നുണ്ട്, എന്തൊക്കെയാണ്? പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ് പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതത്തിന് അനിവാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ജനാധിപത്യം ലംഘിക്കപ്പെടുന്ന അവസരങ്ങളുമുണ്ട്. റോഡിലേക്ക് എന്ത് ചെയ്യുന്നു? റോഡിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. ഇനി വാഹനങ്ങൾ, കുട്ടികൾ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? വാഹനങ്ങൾ നിർത്തുന്നു. അപ്പോൾ ആ സമയത്ത്, അതായത് നമുക്ക് നടന്നു പോകുന്നതിന് റോഡിലൂടെ നമ്മൾ നടക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജനാധിപത്യം ക്രമം പാലിക്കേണ്ടതുണ്ട്. ഇനി ബസ്സിലിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ജനാധിപത്യ ക്രമം പാലിക്കണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ശല്യമായ രീതിയിൽ നമ്മൾ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇനി എത്രത്തോളം ജനാധിപത്യം, ചുവടെ കൊടുത്തിട്ടുള്ള ചെക്ക് ലിസ്റ്റ് പൂരിപ്പിക്കൂ. ജനാധിപത്യ ജീവിതക്രമം നാം എത്രത്തോളം പിന്തുടരുന്നുണ്ട് എന്ന് കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് നോക്കാം. വീട്ടിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായം പരിഗണിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള ഇതാണ്. അപ്പോൾ വീട്ടിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായം പരിഗണിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ എടുക്കാനുള്ള അവസരം കൊടുക്കാറുണ്ട്. ഇനി അവർക്ക് അല്ലാതെ അഭിപ്രായം പരിഗണിക്കാത്തവരും കാണും. ഇനി എന്താണ്? പൊതുസ്ഥലങ്ങളും പൊതുവാഹനങ്ങളും വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. ഉണ്ട്, ഇല്ല എന്ന് കുട്ടികളാണ് ചെയ്യേണ്ടത്. സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോകേണ്ട സ്ഥലങ്ങൾ തീരുമാനിക്കുമ്പോൾ അഭിപ്രായം പറയാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറാറില്ല. അപ്പോൾ ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. ഗതാഗത നിയമങ്ങൾ പാലിക്കാറുണ്ട്. ഉണ്ട്. ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇനി പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാറില്ല. അപ്പോൾ ഇതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ്. കൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, മറിച്ച് എന്ത് കൂടിയാണ്? ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യവും നമുക്കെങ്ങനെയാണ്? ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷത എന്തൊക്കെയെന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെ അവർക്ക് അവരുടെ ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. കൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യ അവകാശം, ഇതെല്ലാം നമ്മുടെ എന്താണ്? ജനാധിപത്യം അർത്ഥപൂർണമാക്കുന്ന സംഭവങ്ങളാണ്. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ, അതുപോലെ എന്താണ്? ഗ്രാമസഭ, വാർഡ് സഭ, നിയമസഭ എന്നിവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വാർഡ് മെമ്പർ, കൗൺസിലർ, MLA എന്നിവരുമായി അഭിമുഖം നടത്തുന്നതിനാവശ്യമായ ചോദ്യാവലി കണ്ടെത്താൻ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും പ്രായപൂർത്തിയോട്ടവകാശത്തിനുള്ള പരിധി 18 വയസ്സ് തന്നെയാണോ? വിവിധ രാജ്യങ്ങളിലെ വോട്ടിംഗ് പ്രായം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാതൃക സംഘമായി നിർമ്മിച്ച് സാമൂഹ്യശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കുട്ടികൾക്കുള്ള പഠനക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ എന്താണ് ഭാഗം, ഈ 5ാം ക്ലാസ്സിലെ ഭാഗം അവസാനിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അയയ്ക്കുക.
നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾക്കുള്ള പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.